ചെന്നൈ കണ്ണീര് കവിഞ്ഞ പേര് കേട്ടവർ വീണ മൈതാനമാണ്. പക്ഷേ അവൻ അതും അനായാസമെങ്കിൽ അത്ഭുത പിറവിയെന്നേ പറയാനുള്ളൂ. അവന്റെ വഴികളിൽ തൊട്ടതെല്ലാം പൊന്നിൻ പ്രഭയിൽ ഒരു വൈഭവത്തിന്റെ നിറച്ചാർത്താണ്. മനുഷ്യന് സ്വപ്നങ്ങൾ ഉണ്ടാകണം. പക്ഷേ 15-ാം വയസ്സിൽ ഇതുപോലെ സ്വപ്നങ്ങളെ പുൽകാൻ അതെങ്ങനെ സാധ്യമാകും? ഗുവാഹത്തിയിൽ രാജസ്ഥാന്റെ രാജകീയ വിജയപേരിയിൽ വൈഭവിന് റെക്കോർഡുകളുടെ പുതുചരിത്രമാണ്. കണ്ട കാലം മുതൽ ഫോം ഔട്ട് എന്നതിന് അവന്റെ നിഘണ്ടുവിൽ സ്ഥാനമില്ല. പന്തേറുകാരുടെ ചരിത്രം അവൻ ചികഞ്ഞു നോക്കാറില്ല. ക്രിക്കറ്റിന്റെ സാങ്കേതിക തികവും പക്വതയിലില്ല. ഒന്നേ ഒന്ന് മാത്രം, ഗ്യാലറിയാണ്, ഡഗ്ഔട്ടാണ് ലക്ഷ്യസ്ഥാനം. പന്തടിച്ച് അതിർത്തിക്കപ്പുറം ആവേശം തീർക്കുക. തല്ലിത്തകർക്കുന്നവരെല്ലാം വർഷങ്ങളുടെ പരിചയ സമ്പത്തിന്റെ ക്രിക്കറ്റ് അമരക്കാർ. ഗുവാഹത്തിയിൽ 127 മഞ്ഞപ്പട രാജസ്ഥാന് മുന്നിൽ വീണു. ബാറ്റിംഗ് വിസ്ഫോടനം സ്വപ്നം കണ്ട ചെന്നൈ ആരാധകർക്ക് അപ്രതീക്ഷിത പ്രഹരം തീർത്ത് രാജസ്ഥാന്റെ വിജയ കേളി ഉണർന്നു. ലക്ഷ്യമെത്തിപ്പിടിക്കാൻ അനായാസമെങ്കിലും പഠിച്ചതല്ലേ പുറത്തെടുക്കൂ. വജ്രായുധം കണക്കെ കാത്തുവെച്ച കിവീസ് കരുത്തൻ ഒരുത്തൻ ഹെൻറി. പക്ഷേ ആ 15-കാരൻ വൈഭവിന് മുന്നിൽ ഉത്കണ്ഠ നിറഞ്ഞൊരു മുഖഭാവമാണ് പരിണിത ഫലം. നൂർ അഹമ്മദും കമ്പോജുമെല്ലാം കുട്ടിത്തത്തിന്റെ വികൃതിയടക്കാൻ പരിശ്രമിച്ചതാണ്. മൈതാനത്തിടമ്പലം പന്തുകളെ പറത്തിയവൻ അനായാസം നേടിയതൊരു അർദ്ധശതകം. IPL-ൽ രാജസ്ഥാൻ താരത്തിന്റെ വേഗമേറിയ 2ാമത്തെ അർദ്ധശതകം. 15 പന്തുകളിൽ വണ്ടർ കിഡ് ഒരുക്കിയ ഒരു വണ്ടർ ഷോ. 13-ാം ഓവറിൽ രാജസ്ഥാൻ ലക്ഷ്യത്തെ കടന്നതത്രയും വൈഭവിന്റെ മിന്നും തുടക്കത്തിന്റെ ബാക്കി പത്രമാണ്. ചെന്നൈ പടയ്ക്കുമേൽ രാജസ്ഥാന്റെ മേൽക്കൈ ഇവിടെയും മാറ്റമില്ല. വരും കാലം ഇന്ത്യൻ ജേഴ്സി അണിയാൻ വൈഭവ് ഒരുങ്ങുകയാണ്. അതിനാൽ ഈ IPL പൂരത്തിൽ അവൻ കാത്തുവെച്ചതെന്തെന്ന് കണ്ടറിയണം. ഒന്നുറപ്പാണ്, എതിരാളികൾക്കുമേൽ വൈഭവ് സൂര്യ തേജസ് ഉയർന്നാൽ അവനെ പിടിച്ചു കെട്ടുക അസാധ്യമാണ്. കാരണം സമ്മർദ്ദമെന്നത് ചിന്തകളിലെത്താൻ അവൻ ഇനിയും സമയമെടുക്കുമെന്നത് തന്നെ.